Hello everyone, welcome to ACE Chemistry. ഇന്ന് നമ്മൾ വീണ്ടും periodicity and main group elements എന്ന് പറയുന്ന മൊഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിനെ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഏതാണ് കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആണ് അല്ലേ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആയിരുന്നു. നൈട്രജന്റെ ഫോസ്ഫറസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് 16 ആണ്, അതായത് ഓക്സിജൻ ഫാമിലി. ഇപ്പൊ ഗ്രൂപ്പ് 16 എലമെന്റ്സിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സൾഫർ നൈട്രജൻ കോമ്പൗണ്ടുകളാണ്. സൾഫർ നമുക്കറിയാം ഓക്സിജന്റെ താഴെ വരുന്ന എലമെന്റ് ആണ് ഗ്രൂപ്പ് 16 ഇപ്പൊ സൾഫറും നൈട്രജനും കൂടി കുറച്ച് പോളിമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇനോർഗാനിക് പോളിമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കോമ്പൗണ്ട് ആണ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നോക്കി നോക്കാം, അപ്പൊ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്താണ് ടെട്രാ സൾഫർ ടെട്രാ നൈട്രൈഡ്, അതായത് S4N4 എന്ന് പറയുന്ന കോമ്പൗണ്ട്. S4N4 ആണ് ഇതിന്റെ ഫോർമുല പഠിക്കണം. ടെട്രാ സൾഫർ ടെട്രാ നൈട്രൈഡ് അല്ല, രണ്ടും എന്താണ് ടെട്രാ ആണ്, അതായത് 4 എണ്ണമാണ് ഉള്ളത്. 4 സൾഫറും 4 നൈട്രജനും ഉണ്ട്. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് S2Cl2 എന്ന്, അതായത് എവിടെ നിന്ന് എടുക്കാം, സൾഫർ ക്ലോറൈഡ് സൾഫർ ഡൈക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫർ ക്ലോറൈഡിന് നമുക്ക് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് അമോണിയയുടെ കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും CCl4 പ്രസൻസിൽ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, S4N4 നമ്മുടെ ടെട്രാനൈട്രൈഡ് കിട്ടും. ബാക്കി അമോണിയം ക്ലോറൈഡും സൾഫർ ഒക്കെ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇതാണ് പഠിക്കേണ്ടത്, S2Cl2NS3. ഈ രണ്ട് റിയേജൻസിന്റെ പേരാണ് നമ്മളോട് പഠിക്കേണ്ടത്. അമോണിയം സൾഫർ ഡൈക്ലോറൈഡും ആണ് കേട്ടോ, അമോണിയ സൾഫർ ഡൈക്ലോറൈഡും ആണ്. ക്ലിയർ ആയി? ഇതാണ് ഇവിടുത്തെ റിയേജൻസ്. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ പറയുന്നത് സൾഫറും അൺഹൈഡ്രസ് ലിക്വിഡ് അമോണിയ ആണ്. ഇത് ലിക്വിഡ് അമോണിയ ആണ്. സൾഫറും അൺഹൈഡ്രസ് ലിക്വിഡ് അമോണിയം കൂടി റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, അഗൈൻ നമുക്ക് ടെട്രാനൈട്രൈഡ് S4N4 ആയിട്ടുള്ള ടെട്രാ സൾഫർ ടെട്രാനൈട്രൈഡ് കിട്ടും. അപ്പോൾ സൾഫർ ഡൈക്ലോറൈഡും അമോണിയം, പിന്നെ സൾഫറും ലിക്വിഡ് അമോണിയം, ഇതാണ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പറേഷൻ വരുന്നത്. പ്രിപ്പറേഷൻ മെത്തേഡ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഇതെന്താണ്, ബേസിക്കലി ഒരു സോളിഡ് ആണെന്ന് ആദ്യം ഓർക്കണം. സോളിഡ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കാന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. സോളിഡ് ഡയാമാഗ്നറ്റിക്. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് തെർമോക്രോമിക് എന്ന് പറയുന്നത്. തെർമോക്രോമിക് അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ കോമ്പൗണ്ടിന് S4N4 കളർ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും, അതിൽ കളർ ചേഞ്ച് ചെയ്യും. അതായത് ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെ കുറവ് ടെമ്പറേച്ചർ, ലിക്വിഡ് നൈട്രജൻ -196 ഏകദേശം ആ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ഇത് കളർലെസ് ആണ്, കളർ ഒന്നും ഉണ്ടാവില്ല. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഓറഞ്ച് യെല്ലോ കളർ, എന്നാൽ 100 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും ഇത് റെഡ് കളർ. സി കളർ മാറുന്നുണ്ടോ. ഇപ്പൊ തെർമോക്രോമിക് എന്നുള്ളത് ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ ആയി? ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കി നോക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്? ഇതൊരു ക്രാഡിൽ ഷേപ്ഡ് അല്ലെ, ക്രാഡിൽ ആയിട്ടുള്ള ഒരു കേജ് പോലുള്ള സ്ട്രക്ചർ ആണ്, ക്രാഡിൽ ഷേപ്ഡ് ആണ്. ഇനി ഇതിന് SN ബോണ്ടിന് എന്തുണ്ട്, പാർഷ്യൽ ആയിട്ട് ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് കേട്ടോ. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ള കോമ്പൗണ്ട് ആണ് ഇത് എന്ന് പറയുന്നത്. SN ബോണ്ടിന് എന്തുണ്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ കനോണിക്കൽ സ്ട്രക്ചർ റെസൊണൻസ് സ്ട്രക്ചർ അല്ലെ, റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ഇവിടെ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്തോർക്കുക, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ഷേപ്പ് ജനറൽ എന്താണ്, ക്രാഡിൽ ഷേപ്ഡ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. അത്രയാണ് നമുക്ക് അതിൽ ഓർക്കാനുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിഡക്ഷൻ എന്നൊരു റിയാക്ഷൻ, അതായത് ഇത് എന്ത് ചെയ്യും, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും. റിഡക്ഷൻ എന്താ സംഭവിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് എഴുതാട്ടോ. S4N4 SnCl2 പ്രസൻസിൽ, Cl2 പറഞ്ഞാൽ ടിൻ ക്ലോറൈഡ് അല്ലെ, SnCl2 ഇതിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും, S4N4H4. ജസ്റ്റ് ഒന്നുമില്ല, ഇതിലേക്ക് എന്തെങ്കിലും ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഇവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ ഇതിലേക്ക് ആഡ് ചെയ്യും. S4N4H4 മൂന്നും 4 ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ആണ്. ഇതിന്റെ റിഡക്ഷൻ വഴി നമുക്ക് കിട്ടാം ടിൻ ക്ലോറൈഡ് അല്ലെങ്കിൽ സ്റ്റാനസ് ക്ലോറൈഡ് എന്ന് പറയില്ല. സ്റ്റാനസ് ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തത് ഓക്സിഡേഷൻ അണ്ടർഗോ എന്ത് പറ്റും, S4N4 ക്ലോറിൻ ആണ് ഇതിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്, ക്ലോറിൻ. അപ്പൊ കിട്ടുന്ന പറയുന്നത് N3S3Cl3. ഇത് കണ്ടോ, ഇതിന് 3 ആണല്ലോ, അതുകൊണ്ട് ഓർക്കാൻ എളുപ്പമുണ്ട്. എല്ലാ എലമെന്റും 3 സോ 3. പിന്നെ ബാലൻസ് ചെയ്യാൻ മിസ് ബാലൻസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ടത് ഒന്ന് ഏതാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്ലോറിൻ ഉപയോഗിക്കുന്നു, ഇവിടെ സ്റ്റാനസ് ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത് എന്താണ് പഠിക്കണം, പ്രൊഡക്റ്റും പഠിക്കണം. അപ്പൊ ഈ ജസ്റ്റ് നൈട്രജൻ ഈ ക്ലോറിനും കൂടെ ആഡ് ചെയ്തു അല്ലേ, സൾഫർ നൈട്രജൻ അതിലേക്ക് ക്ലോറിൻ കൂടെ ആഡ് ചെയ്തു. ഇത് 3 ആണെന്ന് ഓർക്കണം. 3 ആണ് വരുന്നത്. പിന്നെ ഇവിടെ 4 ആണ്, അത് 3 വരുന്നത്. അതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ. പിന്നെ ഫ്ലൂറിനേഷൻ, ഫ്ലൂറിന്റെ കൂടെ റിയാക്ട് ചെയ്താലോ, S4N4 + 2F2 അല്ലെ, റിയാക്ട് ചെയ്ത് കിട്ടും
S4N4F4 അതും അങ്ങനെ തന്നെ. ഫ്ലൂറിനായിരിക്കും ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ട് ഈ നമ്പർ 4 ആണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കണം. ഇപ്പൊ 3 റിയാക്ഷൻ ക്ലിയർ ആയല്ലോ, റിഡക്ഷനും ഓക്സിഡേഷനും ഫ്ലൂറിനേഷനും. ഇത്രയാണ് നമുക്ക് ഇത് നോക്കാനുള്ളത്. നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് S4N4? കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് S4N4 എന്ന് എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ SNS ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ NSN ആംഗിൾ. നമ്മൾ ആ സ്ട്രക്ചർ നോക്കിയപ്പോൾ പറയാൻ മറന്നുപോയതാണ്. SNS ആംഗിൾ, രണ്ട് ആംഗിൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. നമുക്ക് വാല്യൂ എന്ന് അറിയണ്ട, പക്ഷെ ഏതാണ് ഗ്രേറ്റർ എന്ന് അറിയണം കേട്ടോ. ഇതിൽ ഏതാ ഗ്രേറ്റർ? ഇതിൽ SNS അല്ലെ, SNS ഇതാണ് ആംഗിൾ. SNS എത്ര? 113 ഡിഗ്രി അല്ലെ. അത് ഇതിനെക്കാട്ടും കൂടുതലാണ് NSN എങ്ങാട്ടും കൂടുതലാണ് കേട്ടോ. അവിടെ നിന്ന് ഓർത്ത് വെക്കണം. NSN കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ചോദ്യം ചോദിച്ചാൽ നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. SNS എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ, നൈട്രജൻ മോൾ ഇവിടെ ഇത് 113 ആണ്. NS എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ഇത് 105 ആണ്. സോ SNS ആണ് കൂടുതൽ. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ SNS ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ NSN അല്ലെ. അതെന്താണ്? കറക്റ്റ് ആണ്. നമ്മളിപ്പോ കണ്ടപ്പോ തന്നെയല്ലേ അല്ലെ, SNS ആണ് ഗ്രേറ്റർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫാൾസ് ആട്ടോ. ഓക്കെ, റിഡക്ഷൻ ഓഫ് S4N4 at N gives S4N4H4. ഇതിപ്പോ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. റിഡക്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. S4N4 റെഡ്യൂസ് ചെയ്യുന്നതിന് കിട്ടും S4N4H4 കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തെർമോക്രോമിക് സബ്സ്റ്റൻസ് ആണ്, അത് കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ടെമ്പറേച്ചറിൽ 3 കളറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തെർമോക്രോമിക് ആണ്. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അത് കറക്റ്റ് ആണോ? അല്ല. നമ്മൾ എന്താ പഠിച്ചേ? അതൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സോ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതാണ്. സോ ഇതൊരു പ്യൂർ തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞാൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇത്രയാണ് നമുക്ക് S4N4 നെ കുറിച്ച് പറയാനുള്ളത്. ടെട്രാസൾഫർ ടെട്രാനൈട്രൈഡ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഡൈസൾഫർ ഡൈനൈട്രൈഡ് അല്ലെങ്കിൽ S2N2 ലേക്കാണ്. ഇവിടെ എന്താണ്? രണ്ടും ഡൈ ആണ് അല്ലെ, രണ്ടെണ്ണേ ഉള്ളൂ, രണ്ട് ഡൈ ആണ്. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് പ്രിപ്പറേഷൻ പറയുന്നത് പാസിംഗ് S4N4 വേപ്പർ ഓർ സിൽവർ വൂൾ. S4N4 നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് സിൽവർ വൂളിന്റെ മുകളിലൂടെ നമ്മൾ പാസ് ചെയ്യുക. അതായത് S4N4 ഉണ്ട്, നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്നു സിൽവർ വൂൾ, അതായത് 8 AG വരും. സിൽവർ വൂളിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് വരുന്നത് Ag2S ആണ് പ്രൊഡക്റ്റ് ആയി കിട്ടുക. അതിന്റെ കൂടെ 2N2, ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരിക. Ag2S ഉം 2N2 ഇവിടെ 4 വരും അല്ലെ, 4 സൾഫറിൽ. അപ്പൊ 4 Ag2S കിട്ടും. അങ്ങനെ നമുക്ക് Ag2S കിട്ടിയത് അത് ഫർദർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ S4N4 നെ എന്ത് ചെയ്യാ, ഇത് കാറ്റലൈസ് ചെയ്തിട്ട് Ag2S അതിനെ കാറ്റലൈസ് ചെയ്തിട്ട് എന്താക്കും? S2N2 ആക്കും. ഇങ്ങനെയാണ് ഇതിന് സ്റ്റെപ്പ് വരുന്നത്. അതായത് ആദ്യം S4N4 AG ആയി റിയാക്ട് ചെയ്തിട്ട്, അതായത് സിൽവർ വൂൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ സിൽവർ ആയിട്ട് AG ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് Ag2S കിട്ടും. പിന്നെ ഈ S4N4 നെ Ag2S നെ എന്ത് ചെയ്യും? അത് ഇതൊരു കാറ്റലിസ്റ്റഡ് ആക്റ്റീവ്. അപ്പൊ ഇത് ഈ S4N4 നെ S2N2 ആയിട്ട് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോഷൻ നടന്നത് അല്ലെ, ഡീകമ്പോസ് ചെയ്യും. ക്ലിയർ ആയി? രണ്ടെണ്ണം കേട്ടോ, 2 വരും. ഓക്കെ, രണ്ടെണ്ണം ഡീകമ്പോസ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രക്ചറിലേക്ക് പോകുന്നത് സ്ട്രക്ചർ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ്. കണ്ടോ, അൾട്ടർനേറ്റ് ആയിട്ടുള്ള SN ആറ്റം കണ്ടല്ലേ. ഇവിടെ എന്തുണ്ട്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. നമുക്ക് കാനോനിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. 5 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഇവിടെ ഡീലോക്കലൈസ് ചെയ്യാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീലോക്കലൈസ് നടക്കുന്നുണ്ട്. ഇത്രയും കാനോനിക്കൽ സ്ട്രക്ചർ നമുക്ക് കിട്ടി. സോ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ്, അൾട്ടർനേറ്റഡ് SN ആറ്റം ആണ്, ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്താണ്. അപ്പൊ ഇത് കഴിഞ്ഞോളൂ, നമുക്ക് ഇത്രയും പഠിക്കുള്ളൂ, വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുള്ളത് പോളിമറിക് സൾഫർ നൈട്രേറ്റ് ആണ്. SNX എന്ന് പറയും. പോളിമറിക് ആണ്, അതായത് പോളിമർ ആയിട്ട് ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പോളിമർ ആയിട്ട് പോകും അല്ലെ. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ പ്രിപ്പറേഷൻ ബൈ ദ പോളിമറൈസേഷൻ ഓഫ് S2N2. ജസ്റ്റ് S2N2 നമുക്ക് പോളിമറൈസ് എന്ത് കിട്ടും? SNX കിട്ടും. അതെങ്ങനെ എഴുതാ? ജസ്റ്റ് നമ്മൾ x/2 S2N2. ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവണം എന്ന് നമുക്ക് എന്ത് കിട്ടും? അല്ല, ഗ്യാസ് അല്ല, സോറി, സോളിഡ് സ്റ്റേറ്റ് കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് അല്ലെ, സോളിഡ് സ്റ്റേറ്റ് ആണ്. എന്ത് കിട്ടും? SNX ഉം സോളിഡിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ S4N4 പഠിച്ചില്ലേ, അതായത് S4N4 ആദ്യം എന്ത് ചെയ്യുന്നു? സിൽവർ ആയി ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് Ag2S കിട്ടി. ഈ Ag2S എന്ത് ചെയ്യും? S4N4 നെ S2N2 ആക്കിയിട്ട് മാറ്റും. നമ്മൾ പഠിച്ചില്ല, അത് S2N2 പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഈ H2N2 എന്ന് പറയുന്നത് നിലവിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇത് എന്തായിട്ട് മാറണം? ഇത് സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറണം. എന്നിട്ടാണ് പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്നത്. അത്രയും ഉണ്ട്. അപ്പൊ ഓൾറെഡി നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇത് പിന്നെയും പറയാത്തത്. അപ്പൊ നമുക്ക് ബേസിക്കലി എന്താണ് ഇവിടെ ഈ പറഞ്ഞ S2N2 പോളിമറൈസ് ചെയ്തിട്ടാണ് SNX ഉണ്ടാവുന്നത്. ഓക്കെ, SNX ഉണ്ടാവുന്നത്. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, പോളിമറൈസേഷൻ ഓഫ് ഡൈസൾഫർ ഡൈനൈട്രൈഡ് ആട്ടോ.
ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ്, കോവാലന്റ് പോളിമർ ദാറ്റ് ഡിസ്പ്ലേസ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് കോവാലന്റ് പോളിമർ. ഇത് ശരിക്കും പറഞ്ഞാൽ കോവാലന്റ് പോളിമർ, ബട്ട് സ്റ്റിൽ അതിനെന്തുണ്ട്, മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട് അത്. പിന്നെ അതേപോലെ ബിലോ ലിക്വിഡ് ഹീലിയം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 0.26 കെൽവിനിൽ ഈ ടെമ്പറേച്ചറിന് താഴെ ഇത് സൂപ്പർ കണ്ടക്ടറായി ബിഹേവ് ചെയ്യും. ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. സൂപ്പർ കണ്ടക്ടർ ബിഹേവ് ചെയ്യും ലിക്വിഡ് ഹീലിയം ടെമ്പറേച്ചറിന് താഴെ. പിന്നെ ഇത് ഡയാമാഗ്നറ്റിക് ആണ്, ലസ്ട്രസ് ആയിട്ടുള്ള മെറ്റലിന്റെ ഒക്കെ പോലെ, അതാണ് മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്നത്. മെറ്റലിന്റെ ഒക്കെ പോലെ ലസ്ട്രസ് ആയിട്ടുള്ള ഗോൾഡൻ കളർ ക്രിസ്റ്റൽസ് ആണ് ഇത് ഉണ്ടാക്കുക. പിന്നെ അത് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെറ്റൽ സോൾട്ടിന്റെ ഒക്കെ ഇലക്ട്രോളിസിസിൽ അത് ഇലക്ട്രോഡ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത്രയും എന്താണ് SNX പ്രോപ്പർട്ടീസ് ആണ്. സോ ഇതൊരു കോവാലന്റ് പോളിമർ ആണ്, പക്ഷെ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്, ലിക്വിഡ് ഹീലിയം ടെമ്പറേച്ചർ ആണ്, സൂപ്പർ കണ്ടക്ടർ ആണ്, ഡയാമാഗ്നറ്റിക് ലസ്ട്രസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്, ഗോൾഡൻ കളർ ആണ്, ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഒരു കോൺജുഗേറ്റ് ആയിട്ടുള്ള റിസണൻസ് സ്ട്രക്ചർ തന്നെയാണ്. ഓരോ സൾഫർ ആറ്റത്തിന് മുകളിലും ഇവിടെ 9 ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അത് ഒക്ടറ്റ്, എക്സ്പാൻഡ് ഒക്ടറ്റ് ആണ് അല്ലെ. അപ്പോൾ കോൺജുഗേറ്റ് റിസണൻസ് സിസ്റ്റം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി എവറി SN യൂണിറ്റ് ഹാസ് 1 ആന്റിബോഡി പൈ ഇലക്ട്രോൺ. അതായത് ഓരോ SN യൂണിറ്റും എന്തുണ്ട്, ഒരു ആന്റിബോഡിങ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺ വരുന്നുണ്ട്. ആന്റിബോഡിങ് പൈ ഇലക്ട്രോൺ എന്താണ്, പൈ സ്റ്റാർ ഇലക്ട്രോൺ അല്ലെ. അതായത് പൈ സ്റ്റാറിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ വരുന്നുണ്ട്. പിന്നെ ഈ പൈ സ്റ്റാർ ഇലക്ട്രോൺസ് എന്താണ്, ഇവിടെ ഹാഫ് ഫിൽഡ് ആണ്. അതായത് പൈ സ്റ്റാർ ഓർബിറ്റിൽ, ആന്റിബോഡിങ് ആയിട്ടുള്ള പൈ സ്റ്റാർ ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ആണ്. അത് എന്ത് ചെയ്യും, അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡ് ഫോം ചെയ്യും. ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ആന്റിബോഡിങ് ആയിട്ടുള്ള ഈ ഓർബിറ്റലുകൾ എന്ത് ചെയ്യുന്നു, പൈ ഓർബിറ്റലുകൾ അവർ ഒരു ഹാഫ് ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡ് അവർ ഓവർലാപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഈ കണ്ടക്ഷൻ ബാൻഡ് ലൈ ചെയ്യുന്നത് ഈ SNX ഫൈബറിന്റെ അതിന്റെ ഡയറക്ഷനിലായിരിക്കും ഇത് ലൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ ഒറ്റ ഡയറക്ഷനിലാണ് ഇത് ലൈ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ 1 ഡയമെൻഷണൽ മെറ്റൽ എന്ന് വിളിക്കും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് ഫോം ചെയ്ത ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പൈ സ്റ്റാർ ആന്റിബോഡിങ് ഓർബിറ്റിലാണ് അവർ ഒരു ഡയറക്ഷനിൽ ഈ SNX ഫൈബറിന്റെ അതേ ഏത് ഡയറക്ഷനിലാണോ പോളിമർ ഫോം ചെയ്യുന്നത് അതിലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് ലൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇതിനെ 1 ഡയമെൻഷണൽ മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പൊ 1 ഡയമെൻഷണൽ മെറ്റൽ അറിയപ്പെടുന്ന ഏതാ ചോദിച്ചാൽ എന്താണ്, SNX അല്ലെ. SNX ആണ്. ക്ലിയർ ആയി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പോളിമറിക് സൾഫർ നൈട്രൈഡ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അതിൽ നമുക്ക് ഓക്സോ ആസിഡോ സൾഫർ ആണ് ഇനി പഠിക്കാനുള്ളത്. സൾഫറിന്റെ ഓക്സോ ആസിഡുകൾ. ഓക്സോ ആസിഡ് എന്താ നമ്മൾ ഫോസ്ഫറസ് എടുത്താൽ പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് ഇത്രയും ഓക്സോ ആസിഡ് ആണ് സൾഫർ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും. അപ്പൊ ഫോർമുലാസ് നോക്കിയേ. ആദ്യം സൾഫറസ് ആസിഡ് അല്ലെ, H2SO3. സൾഫ്യൂരിക് ആസിഡ് H2SO4 നമുക്കറിയാം. പിന്നെ ഒലിയം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒലിയം ഇതിന്റെ ഫോർമുലയൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഒലിയം എന്താണ്, പൈറോ സൾഫ്യൂരിക് ആസിഡ് H2S2O7 ആണ്. ഇത് തയോ സൾഫറസ് ആസിഡ് H2S2O2. ഇത് ഡൈ തയോണസ് ആസിഡ് H2S2O4, ഡൈ തയോണിക് ആസിഡ് H2S2O6. പിന്നെ പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ്, അതായത് കാരോസ് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് H2SO5. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് H2S2O8. ഇത്രയും എന്തുണ്ട്, ഓക്സോ ആസിഡുകൾ സൾഫറിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നോക്കിയാൽ നമുക്ക് ബേസിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. സൾഫറസ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ എത്ര OH ഗ്രൂപ്പ് ഉണ്ടോ അത്രയായിരിക്കും ഇതിന്റെ ബേസിറ്റ്. ഇവിടെ ബേസിറ്റ് എത്ര ആയിരിക്കും, ബേസിറ്റ് ഇവിടെ 2 ആണ്. ഇനി സൾഫ്യൂരിക് നമുക്ക് അറിയാം, ഇവിടെ 2 തന്നെയാണ്. ഒലിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ H2S2O7, ഇതിന്റെ ഫോർമുല പഠിക്കണം, H2S2O7. ഇവിടെ എത്ര തന്നെയാ, ഇവിടെ 2 ആണ് OH ഗ്രൂപ്പ്. ബേസിറ്റ് എന്താണ്, 2 ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ എല്ലാത്തിലും എന്ത് തന്നെയാണ്, 2 OH തന്നെയാണ്. അപ്പൊ എല്ലാ സൾഫറിന്റെ എല്ലാ ഓക്സോ ആസിഡിലും ബേസിറ്റ് എത്ര ചോദിച്ചാൽ ബേസിറ്റ് ബേസിറ്റ് 2 ആണ്. ഓക്കെ, അപ്പൊ പഠിക്കാൻ സുഖമായി, നമുക്ക് എന്ത് ചെയ്യില്ല, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ എല്ലാത്തിലും എന്താണ്, ബേസിറ്റ് 2 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൾഫർ ഓക്സിജൻ ബോണ്ടിന്റെ എണ്ണം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് എത്ര ബോണ്ടുകൾ ഉണ്ട് എന്നുള്ളത്. ഡബിൾ ബോണ്ട്, സൾഫർ ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത്. ഇവിടെ സൾഫറസ് ആസിഡിൽ ഒന്നേ ഉള്ളൂ അല്ലെ, ഒന്നേ ഉള്ളൂ. സൾഫ്യൂരിക് ആണെങ്കിൽ 2 എണ്ണം. ഓക്കെ, ഇതെന്തായാലും ഓർത്ത് വെക്കാം. പിന്നെ ഒലിയം ആകുമ്പോൾ 4 എണ്ണം. ഓക്കെ, ഇത്രയും മിനിമം എന്ത് ഓർത്ത് വെക്കാം. ഒലിയം ആകുമ്പോൾ 4 S ഡബിൾ ബോണ്ട് O വരും. സൾഫ്യൂരിക് ആസിഡിൽ 2 എണ്ണം, സൾഫറസ് ആസിഡിൽ 1. ഓക്കെ, അത്ര മിനിമം പഠിച്ചു വെക്കാം. പിന്നെ ഈ നമ്മൾ ഒലിയത്തിൽ H2S2O7 എന്തുണ്ട്, ഇവിടെ ഈ SOS ലിങ്കേജ് അല്ലെ, SOS ലിങ്കേജ് ഉണ്ട് കണ്ടോ, SOS ലിങ്കേജ്. അതെന്തെന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് SS ബോണ്ട് വരുന്നത്, SS ബോണ്ട് വരുന്ന ഒറ്റൊരു ആസിഡേ ഉള്ളൂ, തയോ സൾഫറസ് ആസിഡ്. തയോ സൾഫറസ് ആസിഡിൽ മാത്രമാണ് S ഡബിൾ ബോണ്ട് S വരുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം, H2S2O2 അല്ലെ. ഇത് അത് മാത്രമേ ഉള്ളൂ അല്ലെ, S ഡബിൾ ബോണ്ട് S, ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH. ശരിക്കും ഇവിടെ ഒന്നാലോചിച്ച് എളുപ്പമാണ്. കാരണം നമുക്ക് ഇതിന്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ OH 2 എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പോസിബിലിറ്റി എന്ത് മാത്രമേ ഉള്ളൂ, S ഡബിൾ ബോണ്ട് S ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷെ എന്തറിയണം, ഫോർമുല അറിയണം അല്ലെ. H2S2O2 നമുക്ക് അറിയണം. H2S2O2 പറയുമ്പോൾ 1 S ഡബിൾ ബോണ്ട് S, 2 OH. ഇങ്ങനെയാണ് തയോസൾഫറസ് ആസിഡ് വരുന്നത്. പിന്നെ
ഡൈതയോണസ് ആസിഡ് നിങ്ങൾ അയക്കാം 2 എസ് ഡബിൾ ബോണ്ടോ പിന്നെ 2 OH. ഓക്കെ, അങ്ങനെ ഓർത്തേക്കാം. പിന്നെ ഡൈതയോണിക് ആണെങ്കിൽ ഈ ഇവിടെ 2 എസ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ 4 എസ് ഡബിൾ ബോണ്ടോ. എല്ലാം കൂടെ നമുക്ക് ഓർത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പൊ അതാണ് എല്ലാം കൂടെ വല്ല സ്ട്രെസ് ചെയ്യാത്തത്. പിന്നെ ഈ ഒരു കാരോസ് ആസിഡ് ഓർക്കേണ്ട കാര്യം പെറോക്സോ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കേട്ടോ. പെറോക്സോ, ഇത് രണ്ടിലും എന്തുണ്ട്? പെറോക്സോ ഉണ്ട്. അവസാനത്തെ കാരോസ് ആസിഡും അതിനുശേഷം വരുന്ന ഈ H2S2O8 രണ്ടിലും എന്തുണ്ട്? ഈ പറഞ്ഞ പെറോക്സോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. പെറോക്സോ പറഞ്ഞാൽ പറയാം O ഗ്രൂപ്പ്. ഇവിടെ എന്തുണ്ട്? O ഉണ്ട് കണ്ടോ. കാരോസ് ആസിഡ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. പെറോക്സോ മോണോസൾഫ്യൂരിക് ആസിഡ് ആണ് കാരോസ് ആസിഡ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇവിടെ എസ് ഡബിൾ ബോണ്ട് എന്തുള്ളൂ? 2 ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? 4 എസ് ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഇതിൽ വന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒലിയത്തിന്റെ സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കാം. ഒലിയത്തിന് 4 എസ് ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ SOS ലിങ്കേജ് ഉള്ളത് ഒലിയത്തിന് മാത്രമാണ് അല്ലെ. SOS ലിങ്കേജ്. ഇവിടെ SOOS ആണ് അല്ലെ. SOS ആണ്. ഇവിടെ SOOH ആണ് വരുന്നത്. സോ SOS ലിങ്കേജ് ഉള്ള ഏതിലാണ്? പൈറോസൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയം H2S2O7. S ഡബിൾ ബോണ്ട് S ഉള്ളത് തയോസൾഫറസ് ആസിഡ് H2S2O2. ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതിനെ കുറച്ച് സ്പെഷ്യാലിറ്റി ആണ്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കയറ്റാം. അപ്പൊ ഞാനിവിടെ കണ്ടോ, ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് എത്ര OH ഗ്രൂപ്പ് ഉണ്ട്. ഇത് എല്ലാത്തിലും 2 ആണ്. അപ്പൊ ഡൗട്ട് ഒന്നുമില്ല. പിന്നെ എസ് ഡബിൾ ബോണ്ട് ഓന്റെ എണ്ണമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. SS ബോണ്ട് ഉള്ളത് ഈ SS ബോണ്ട് എവിടെ ഉള്ളത്? ഡൈതയോണസ്. ലാസ്റ്റ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഡൈതയോണസിലും ഡൈതയോണിക് അല്ലേ. ഇവിടെ S ഡബിൾ ബോണ്ട് S ഉണ്ട്, ഇവിടെ S സിംഗിൾ ബോണ്ട് S ഉണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തേക്കണേ. ഡൈതയോണസിൽ എന്തുണ്ട്? S സിംഗിൾ ബോണ്ട് S ആണ്. ഡൈതയോണിക് ഇവിടെ എന്താ പറയുന്നത് അല്ലേ. ശരി, ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഡൈതയോണസിലും ഡൈതയോണിക്കിലും എന്തുണ്ട്? S സിംഗിൾ ബോണ്ട് S ഉണ്ട്. തയോസൾഫറസ് ആകുമ്പോൾ S ഡബിൾ ബോണ്ട് S ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ള ഏതിലോ വെച്ചാൽ ഡൈതയോണസിലും ഡൈതയോണിക്കിലും ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ S ഡബിൾ ബോണ്ട് S ഇതിൽ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, തയോയിൽ മാത്രം, തയോസൾഫ്യൂരിക്കിൽ മാത്രം. ഇവിടെ രണ്ടിടത്തും ഡൈതയോണസും ഡൈതയോണിക്കും എന്താണ്? ഇതാണ് SS ബോണ്ട്. ഈ പെക്കുലർ ആയിട്ട് ഒന്നിന് മാത്രമുള്ള നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. SOS ഏതിലായിരുന്നു? SOS നമ്മൾ ഒലിയത്തിലായിരുന്നു അല്ലെ. ഓക്കെ, നമുക്ക് ഫോർമുലാസ് എഴുതുക. ഓർമ്മ ഉണ്ടോ നോക്കിയോ കേട്ടോ. ഓക്കെ, ഫോർമുലാസ് ആദ്യം എന്തായിരുന്നു? സൾഫറസ് ആസിഡ് ഫസ്റ്റ് അല്ലേ. സൾഫറസ് ആസിഡ് ഓർമ്മയുണ്ട്, അത് മാത്രം ഓർമ്മയുണ്ട്. H2SO3 ആണ് സൾഫറസ് ആസിഡ്. സൾഫ്യൂരിക് നമുക്കറിയാം. ഒലിയം H2S2O7 അല്ലെ. തയോസൾഫ്യൂരിക് ആസിഡ് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? H2S2O2 അല്ലെ. ഇതിനാണ് നമ്മൾ S ഡബിൾ ബോണ്ട് S ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതാണത്. പിന്നെ കാരോസ് ആസിഡ് ഫോർമുല ഓർമ്മയുണ്ടോ? H2SO5 ആണെന്ന് എന്റെ ഓർമ്മ നോക്കി കേട്ടോ. H2SO5 ആണോ? അതെ, കാരോസ് ആസിഡ് എന്നാണ് H2SO5. പിന്നെ പെറോക്സോ ഡൈസൾഫ്യൂരിക്. ഇതിന് വേറെ പേരുണ്ട്, മാർഷൽസ് ട്ടോ. ഇതിന്റെ വേറെ പേരാണ് മാർഷൽസ്. ഇത് കാരോ പറയുന്ന പോലെ ഇവിടെ മാർഷൽസ് ആസിഡ് എന്ന് പറയുന്നത്. മാർഷൽസ് ആസിഡ് എന്തിനു പറയും? പെറോക്സോ ഡൈസൾഫ്യൂരിക് പറയും. H2S2O8 അല്ലെ. ഓക്കെ, H2S2O8. ഡൈതയോൺസ് ഡൈതയോണിക്. അതിന്റെ ഫോർമുല എന്തായിരുന്നു? H2S2O4 ഉം H2S2O6 ഉം. H2S2O4 H2S2O6. ഇത്രയാണ് ഇതിന്റെ ഫോർമുലാസ്. അപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടിയതിനെ പറ്റിയിട്ട്. ഇത്രയൊക്കെ നമുക്ക് ഇതിൽ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇതാണ് ഓക്സോ ആസിഡോ സൾഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡ് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് 6 എലമെന്റ്സ് സൾഫറിന് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ് സൾഫ്യൂരിക് ആസിഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ആസിഡ് ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മാനുഫാക്ചർ എങ്ങനെയാണ്? കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിന്റെ ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് പ്രോസസ്സിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ആദ്യം ഉണ്ടാവുന്നത് SO2 ആണ് അല്ലെ. അതായത് സൾഫർ ബേൺ ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? SO2 പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി വെക്കാം. അതായത് S എന്ത് ചെയ്യുന്നു? O2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? SO2. സൾഫർ ഡയോക്സൈഡ് ആണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ SO2 എന്ന് പറയുന്നത് നമ്മൾ എയർ ആയിട്ട് മിക്സ് ചെയ്യുന്നു. SO2 ഉണ്ടായിട്ടുള്ള SO2 നമ്മൾ എന്തായിട്ട് മിക്സ് ചെയ്യുന്നു? എയർ ആയിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ ആ മിക്സ്ചർ നമ്മൾ എന്തിൽ പാസ് ചെയ്യുന്നു? ഡസ്റ്റ് പെർസിപ്പിറ്റേറ്ററിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉണ്ടായിട്ടുള്ള SO2 നമ്മൾ എയർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡസ്റ്റ് പെർസിപ്പിറ്റേറ്ററിലൂടെ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റീം വഴിയോ ഇലക്ട്രിക്കലോ എങ്ങനെയും നമ്മൾ ആ ഡസ്റ്റ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ക്ലിയർ ആയി? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ SO2 ഉണ്ടാവുന്നില്ലേ, SO2 നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സൾഫർ ബേൺ ചെയ്തിട്ട് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ സൾഫൈഡ് ഓർ നമുക്ക് റോസ്റ്റ് ചെയ്താൽ മതി. സൾഫൈഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഓറിന് ഒരു എക്സാമ്പിൾ ആണ് FeS2. FeS2 എന്താ? അയേൺ പൈറേറ്റ് എന്ന് പറയും. അയേൺ പൈറേറ്റ് അതാണ് FeS2. അയേൺ പൈറേറ്റ്.
അപ്പൊ ഈ അയൺ പൈറേറ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് റോസ്റ്റ് ചെയ്താലും മതി. റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിലാണ് അല്ലെ, മെറ്റലർജി നമ്മൾ പഠിക്കുന്നതാണ്. 11O2 വരുന്നത്, ഇവിടെ 4Fe2. നമുക്ക് എന്ത് കിട്ടും, ഒന്ന് Fe2O3 ഹെമറ്റൈറ്റ് വരും, പിന്നെ നമുക്ക് 8SO2 വരും. സോറി, എമിറ്റേറ്റ് അല്ലോ, ഫെറസ് ഞാൻ പറഞ്ഞ ഫെറസ് ട്രയോക്സൈഡ്, എമിറ്റേറ്റ് അയണിന്റെ ഓർ ആണല്ലേ മാഗ്നറ്റൈറ്റ് എമിറ്റേറ്റ് ഒക്കെ. നമുക്ക് എന്ത് കിട്ടും, അയൺ ട്രയോക്സൈഡ്, ഇവിടെ Fe2+ ഫെറസ് അല്ല വരാം, ഫെറസ് വരാം. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്, SO2 കിട്ടി. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് സൾഫറിനെ സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റാം. ഒന്നുകിൽ സൾഫർ ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ അയൺ പൈറേറ്റ് എടുക്കാം. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു, ഡെസ്പേഴ്സ്പെറിലൂടെ പാസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തു, അത് ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, എന്നിട്ട് ഇത് സ്ക്രബ്ബറിലൂടെ പാസ് ചെയ്യാണ്. ആസിഡ് ഫോഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രബ്ബറിലൂടെ പാസ് ചെയ്യുന്നു. ഇപ്പൊ സ്റ്റെപ്പുകളാട്ടോ. പിന്നെ ഇതിപ്പോ ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യാണ്. കോൺസെൻട്രേറ്റ് H2SO4 വെച്ച് നമ്മൾ ഈ ഒരു മിക്സർ എന്ത് ചെയ്യാണ്, ഡ്രൈ ചെയ്തെടുക്കുന്നു. ഇതിപ്പോ ഒരു ഗ്യാസ് മിക്സർ ആവില്ലേ, സ്റ്റീം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഗ്യാസ് മിക്സർ ഉണ്ടാവുക, കാരണം SO2 അല്ല, SO2 ഗ്യാസ് മിക്സർ ആണ്. അങ്ങനെ ഇത് ഡ്രൈ ചെയ്യുന്നു. പിന്നെ നമ്മൾ ആർസനിക് പ്യൂരിഫയറിലൂടെ പാസ് ചെയ്യുന്നു. അതിൽ എന്തുണ്ട്, ജെലാറ്റിനസ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഒക്കെ ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നമുക്ക് എന്തായാലും പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പുകളാണ് പറയുന്നതൊക്കെ. പിന്നെ മിക്സർ ഇസ് ദെൻ പാസ്ഡ് ഇൻ ടു കാറ്റലിസ്റ്റ് ചാമ്പർ. അതൊരു വെർട്ടിക്കൽ ഗ്യാസ് സിലിണ്ടർ ആണ്. കാറ്റലിസ്റ്റ് ചാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ആയിട്ടൊരു ഗ്യാസ് സിലിണ്ടർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനേഡിയം പെന്റോക്സൈഡ് അല്ലെ, ഇതെന്താ V2O5. V2O5 ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. V2O5 നമ്മൾ ഫൈനൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന ഈ V2O5 ആണ്. കോണ്ടാക്ട് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ SO2, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ SO2 എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളതിൽ SO2 ആണല്ലേ, SO2 ഇത്രയും തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ SO2 എന്താക്കി മാറ്റണം, SO3 ആക്കി മാറ്റണം. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സ്റ്റെപ്പ് നോക്കിയേ, 2SO2. SO2 നമ്മുടെ കയ്യിലുണ്ട്, അത് ഓക്സിജൻ എന്തിന്റെ പ്രസൻസിലാ, എതിരെ എഴുതാം കേട്ടോ, വേറെ കളറിൽ എഴുതാം ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല, ഓക്കെ. ഏതാണ്, വനേഡിയം പെന്റോക്സൈഡ്. പിന്നെ ഇതിന്റെ റിയാക്ഷൻ കണ്ടീഷൻ നമുക്ക് പറയാം. റിയാക്ഷൻ കണ്ടീഷൻ പറയുമ്പോൾ വനേഡിയം പെന്റോക്സൈഡ്, ഇതാണ് കാറ്റലിസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ റിയാക്ഷൻ കണ്ടീഷൻ 450°C ആണ് ഇതിന്റെ ടെമ്പറേച്ചർ പറയുന്നത്. 450°C ആണ്. പ്രഷർ ഏകദേശം 1.5 atm. ഇതാണ് പ്രഷർ. ഇങ്ങനെ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും, 2SO3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ, SO2 എന്താക്കി മാറ്റി, SO3 ആക്കി മാറ്റി, ഗ്യാസ് ആണ് അല്ലെ. അതിനാണ് നമ്മൾ V2O5 ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി, ഈ സ്റ്റെപ്പ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കിട്ടിയ SO3 നമ്മൾ എന്ത് ചെയ്തു, അബ്സോർപ്ഷൻ ടവറിലൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് അവിടെ കോൺസെൻട്രേറ്റ് H2SO4 ഒക്കെ ഉണ്ട്, അതൊക്കെ സ്പ്രേ ചെയ്ത് അങ്ങനെ SO3 എന്തായിട്ട് മാറും, ഇത് ഒലിയമായിട്ട് അബ്സോർബ് ആവാണ് അല്ലെ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ്. SO3 എന്തായിട്ട് അബ്സോർബ് ആവും, SO3 ആരെ കൂടെ ജോയിൻ ചെയ്യും, കോൺസെൻട്രേറ്റ് H2SO4 കണ്ടോ. H2SO4 കൂടെ ചേർന്നിട്ട് എന്ത് കിട്ടും, നമുക്ക് ഒലിയം കിട്ടും, H2S2O7. H2SO7 എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഒലിയാണ് അല്ലെ, ഒലിയം. ഒലിയം ഓക്കെ, ഒലിയാണ്. ഒലിയം കിട്ടി. അങ്ങനെ SO3 H2SO4 കൂടെ ചേർന്നിട്ട് ഒലിയം കിട്ടി. ഇപ്പൊ ഒലിയം നമ്മൾ എന്ത് ചെയ്യുക, അത് ഡൈലൂട്ട് ചെയ്യുക, വാട്ടറിൽ ഡൈലൂട്ട് ചെയ്യുക. അതായത് H2S2O7 അത് വാട്ടറിൽ ഡൈലൂട്ട് ആകുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 2H2SO4 കിട്ടും. സി, ഇങ്ങനെയാണ് നമുക്ക് H2SO4 പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ല. അപ്പൊ ആദ്യം SO2 എന്തായിട്ട് മാറാണ്, അല്ല ആദ്യം S അല്ലേ, പോട്ടെ. ആദ്യം S എന്തായിട്ട് മാറാണ്, S ഓക്സിജൻ ആയിട്ട് ചേർന്നിട്ട് SO2 ആയിട്ട് കിട്ടുന്നു. ഈ SO2 എന്ന് പറയുന്നത് SO3 ആയി മാറാണ്. ഈ സ്റ്റെപ്പിലാണ് വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിക്കുന്നത്. എന്താണ്, ഓക്സിഡേഷൻ തന്നെയാണ്, O2 ഉണ്ട്, ഓക്സിഡേഷൻ. പിന്നെ SO3 എന്താവുന്നു, H2SO4, കോൺസെൻട്രേറ്റ് H2SO4 ഇവിടെ ഉണ്ട്, അത് ചേർന്നിട്ട് നമുക്ക് ഒലിയം കിട്ടുന്നു. പിന്നെ ഈ ഒലി എന്തായിട്ട് മാറാണ്, വാട്ടർ ഡൈലൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വാട്ടർ ഡൈലൂട്ട് ചെയ്തിട്ട് H2SO4 കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് സ്റ്റെപ്പുകൾ വരുന്നത്. സിമ്പിൾ അല്ലേ. അപ്പോൾ വനേഡിയം പെന്റോക്സൈഡ് ടെമ്പറേച്ചർ 450°C, പ്രഷർ ഏകദേശം 1.7 atm. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. റിയാക്ഷൻ കണ്ടീഷൻസ് മേ ബി ചോദിക്കാവുന്നുള്ളൂ. ഓക്കെ, അത് അടുത്ത നമുക്ക് എന്തായി, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ കഴിഞ്ഞു, അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി അതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ് സൾഫ്യൂരിക് ആസിഡ് വരുന്നത്. പിന്നെയോ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇവിടെ എന്തുണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കും. സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾ തമ്മിൽ എന്ത് നടക്കും, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ. കാരണം ഇവിടെ ഓക്സിജനും വേറെ മോളിക്യൂളിൽ ഹൈഡ്രജൻ, വേറെ അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യൂൾ ഹൈഡ്രജൻ തമ്മിൽ എന്തുണ്ടാകും, യെസ്, ഓക്സിജൻ ഹൈഡ്രജൻ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. പിന്നെ യൂസ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത്, ഒരുപാട് റിയാക്ഷൻസിനും ഒരുപാട് ലബോറട്ടറിയിൽ നമ്മൾ ലബോറട്ടറി ഏജന്റ് ആയിട്ടാണ് തലയുടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഒരുപാട് റിയാക്ഷൻസ് വരുമ്പോൾ മെയിൻ ആയിട്ട് അസിഡിക് നേച്ചർ ആണ്, ഡൈബേസിക് ആസിഡ് ആണ്. പിന്നെ ഡീഹൈഡ്രേറ്റിംഗ് ആക്ഷൻ ഇതിനുണ്ട് കേട്ടോ. ഇതിന് എന്തുണ്ട്, ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് കൂടി ഓർത്ത് വെക്കാം. സൾഫ്യൂരിക് ആസിഡ് എന്തും കൂടിയാണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അതായത് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി, വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി
ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് ഓക്സിഡൈസിങ് ഏജന്റും ആണ് അല്ലെ, ഓക്സിഡൈസിങ് ഏജന്റും ആണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കേട്ടോ. ഇതിന്റെ പിന്നെ ഓരോ റിയാക്ഷൻ പഠിക്കാൻ നമുക്ക് ഒരിക്കലും ടോപ്പിക് പഠിച്ചു തീരില്ല. ഇത് ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കുക. ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഓക്കെ, അത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കില് ഓസോൺ കൂടി എന്ത് ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. ഓസോൺ നമുക്കറിയാം, O3 അല്ലെ, ഓസോൺ അറിയില്ലേ. ഓസോൺ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം ആദ്യം. ഓസോൺ പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ സൈലന്റ് ഡിസ്ചാർജ് പാസ് ചെയ്യും, ഒരു സൈലന്റ് ഡിസ്ചാർജ്, ഇലക്ട്രിക് ഡിസ്ചാർജ് നമ്മൾ ഡ്രൈ ഓക്സിജനിലൂടെ പാസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഓസോൺ കിട്ടും. അപ്പൊ നമുക്ക് എഴുതി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. അതായത് ആദ്യം നമുക്ക് 3O2, ഇതാണ് പ്യുവർ ഡൈ ഓക്സിജൻ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്, സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ്, ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, തന്നെയാണ്. ഓക്കെ, ഡിസ്ചാർജ് നമുക്ക് എന്ത് കിട്ടും, 2O2. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ് കേട്ടോ. എൻതാൽപ്പി എന്താണ്, പോസിറ്റീവ് ആണ്. എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. സോ ഇതാണ് ഓസോണിന്റെ പ്രിപ്പറേഷൻ. 3O2 എന്തായിട്ട് മാറുന്നു, 2O3 ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്തിട്ട് നമ്മൾ ഓസോൺ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓസോണിന്റെ സ്ട്രക്ചർ പഠിക്കണം. ഇത് ആംഗുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ ബെൻഡ് ആണ്. ഇവിടെ എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് വരച്ചു നോക്കാം. ഞാൻ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. ആക്ച്വലി നമുക്ക് റിസണൻസ് സ്ട്രക്ചർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ വരച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, റിസണൻസ് ആയിട്ട് വരയ്ക്കാൻ കഴിയും. റിസണൻസ് വരച്ചു നോക്കാം. ഓസോൺ എങ്ങനെയാ, ഇവിടെ O ഉണ്ട്, ഇങ്ങനെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക കേട്ടോ. റിസണൻസ് സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെയാണ് ഓസോൺ എക്സിസ്റ്റ് ചെയ്യാം. O മൈനസ് O പ്ലസ് ഇങ്ങനെ അല്ലെ. അതായത് എന്ത് നടക്കും, ഡീലോക്കലൈസേഷൻ ഇലക്ട്രോൺസ് നടക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, കാരണം ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, ഓക്സിജന്റെ മുകളിലൊക്കെ എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉള്ളതുകൊണ്ട് അവിടെ ഡീലോക്കലൈസേഷൻ നടക്കും. അങ്ങനെ റിസണൻസ് എക്സിസ്റ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ ബേസിക്കലി എന്താണ്, ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ബെൻഡ് ആണ് ഇതിന്റെ സ്ട്രക്ചർ. ബോണ്ട് ആംഗിൾ 117, 117 ഡിഗ്രി ആണ് ഇതിന്റെ ഓൾമോസ്റ്റ് ബോണ്ട് ആംഗിൾ വരുന്നത്. പിന്നെ ഈ രണ്ട് ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്താണ്, ഐഡന്റിക്കൽ ആണ്. ഓക്കെ, ഓക്സിജന് രണ്ട് O ഇല്ലേ, അപ്പൊ രണ്ട് എന്താണ്, ഒരേ ലെങ്ത് ആണ്, 128 പൈക്കോമീറ്റർ. പിന്നെ ഓസോൺ ഒരു ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓസോൺ എന്താണ്, ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, ഓസോൺ വെച്ച് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് വിചാരിക്കരുത്. ഓസോൺ എന്താണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്ലിയർ ആയും. എനിക്ക് ഓസോൺ ബേസ്ഡ് പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ഓസോൺ. ഓസോണെ പറ്റി ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. ബോത്ത് OO ബോണ്ട് ഡിസ്റ്റൻസ് ആർ ഈക്വൽ. ശരിയാണോ, കറക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണത്, 128. എത്രയായിരുന്നു, 128 അല്ലേ, 128 പൈക്കോമീറ്റർ. ഇപ്പൊ രണ്ട് O ബോണ്ട് ഈക്വൽ ആണ്. ഓസോൺ ബെൻഡ് ഷേപ്പ് പറഞ്ഞു, ബെൻഡ് അല്ലെങ്കിൽ ആംഗുലർ അല്ലെങ്കിൽ വി എന്നും പറയും കേട്ടോ. ഇതൊക്കെ എന്താണ്, ഓസോണിന്റെ ഷേപ്പ് ആണ്. പിന്നെ ഹൈബ്രിഡൈസേഷൻ sp3, അത് കറക്റ്റ് ആണോ, അല്ല. ഹൈബ്രിഡൈസേഷൻ എന്താ നമ്മൾ പറഞ്ഞത്, sp2 എന്നാ പറഞ്ഞത് അല്ലെ. സോ ഇതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോണ്ട് ആംഗിൾ 116.8, അതല്ല ഇവിടെ പറഞ്ഞ 117 ആണ് പറഞ്ഞത്. അപ്രോക്സിമേറ്റ്ലി 117 എന്ന് പറയാം. 116.8 കറക്റ്റ് തന്നെയാണ്. സോ കറക്റ്റ് ആണ്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ, ഇതാണ്, സി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. കിട്ടിയില്ലേ. ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്രയാണ് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് 16 കോമ്പൗണ്ടുകൾ പഠിക്കാനുള്ളത്. നമ്മൾ പെറോക്സോ ആസിഡ് ഓഫ് ഓക്സോ ആസിഡ് ഓഫ് സൾഫർ പഠിച്ചു, പിന്നെ സൾഫ്യൂരിക് ആസിഡ് പഠിച്ചു, ഓസോണും പഠിച്ചു, പിന്നെ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് നമ്മൾ ആദ്യം പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.